ഹലോ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ചെറിയ പ്രദേശത്ത് 20 വിമാനങ്ങളും 50 കപ്പലുകളും നൂറുകണക്കിന് ആളുകളും അപ്രത്യക്ഷരായി. ഈ പ്രദേശത്തെ ബെർമുഡ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഡെവിൾസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. വർഷങ്ങളായി ഗവേഷകർ നൂറുകണക്കിന് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഒരു ജലശ്മശാനമാണിത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാൻ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഭയം പടരുന്നു. ഈ സമുദ്രത്രികോണത്തിൽ വിചിത്രമായ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന എണ്ണമറ്റ പുസ്തകങ്ങളും ഡോക്യുമെന്ററികളും പ്രത്യക്ഷപ്പെട്ടു. അവിടെ നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത എന്തോ ഒരുതരം അപാകത നടക്കുന്നുണ്ട്. സൂര്യപ്രകാശത്തിന്റെ അവസാന കിരണങ്ങൾക്കപ്പുറം ആഴത്തിൽ എന്തോ ഒന്ന്. ഈ വീഡിയോയിൽ ബെർമുഡ ട്രയാങ്കിളിന്റെ നിഗൂഢതയും ഈ അപകടകരമായ സമുദ്രഭാഗം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജിജ്ഞാസയും ഭയവും പിടിച്ചെടുത്തതിന്റെ കാരണവും നമ്മൾ വിശദീകരിക്കും. ഈ കഥയിലേക്ക് കടക്കാൻ ഞാൻ ആവേശത്തിലാണ്, കാരണം ഇത് ശരിക്കും രസകരമാണ്. 1945 ഡിസംബർ 5 ഉച്ച കഴിഞ്ഞ് 2:10 US നാവികസേനയുടെ 5 ടോർപിഡോ ബോംബർ വിമാനങ്ങൾ ഫ്ലോറിഡയിൽ നിന്ന് പറന്നുയർന്നു. ഈ ദൗത്യത്തിന്റെ പേര് ഫ്ലൈറ്റ് 19 എന്നാണ്. ഇത് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പതിവ് പരിശീലന ദൗത്യമായിരുന്നു. പ്രത്യേകിച്ചൊന്നും തന്നെ അല്ലായിരുന്നു, ഒരു പതിവ് പറക്കൽ പരിശീലനം മാത്രം. വളരെ പരിചയസമ്പന്നനായ ഒരു പൈലറ്റും യുദ്ധവിദഗ്ധരും നയിച്ച 14 ക്രൂ അംഗങ്ങൾ വിമാനത്തിലുണ്ടായിരുന്നു. 5 വിമാനങ്ങളും ഫ്ലോറിഡയിൽ നിന്ന് കിഴക്കോട്ട് പറന്നു. കാലാവസ്ഥ വ്യക്തമായിരുന്നു, എല്ലാം സാധാരണമെന്ന് തോന്നി. പറന്നുയർന്ന് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കോമ്പസ് ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന് സ്ക്വാഡ്രൻ ലീഡർ റിപ്പോർട്ട് ചെയ്തു. പ്രധാന കോമ്പസും ബാക്കപ്പ് കോമ്പസും പരാജയപ്പെട്ടു. ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തെ അടിസ്ഥാനമാക്കി പൈലറ്റുമാരെയും നാവികരെയും അവരുടെ ദിശ നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു നാവിഗേഷൻ ഉപകരണമാണ് കോമ്പസ്. പൈലറ്റുമാർക്ക് അവരുടെ പറക്കലിൽ ഗതിയിൽ തുടരാനും സുരക്ഷിതമായി നാവിഗേറ്റ് ചെയ്യാനും കോമ്പസ് നിർണായകമായിരുന്നു. പ്രധാന കോമ്പസ് ബാക്കപ്പ് കോമ്പസും പരാജയപ്പെട്ടപ്പോൾ അവർ എവിടെയാണെന്ന്, ഏത് ദിശയിലേക്ക് പറക്കണമെന്ന് ക്രൂവിന് കണ്ടെത്താനായില്ല. അവർ മറ്റ് പൈലറ്റുമാരോട് ചോദിച്ചു, പക്ഷേ അവരുടെ ഉപകരണങ്ങളും പ്രവർത്തിച്ചിരുന്നില്ല. കോമ്പസ് തകരാറിലായതിനു ശേഷം സ്ക്വാഡ്രൻ ലീഡർ ലഫ്റ്റനന്റ് ചാൾസ് കരോൾ ടൈലർ റേഡിയോയിലൂടെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സന്ദേശങ്ങൾ അയച്ചു. അതേസമയം കാലാവസ്ഥ വഷളാകാൻ തുടങ്ങി. വൈകുന്നേരം 4:56 തങ്ങളുടെ വിമാനങ്ങൾ മെക്സിക്കോ ഉൾക്കടലിന് മുകളിലൂടെ പറക്കുകയാണെന്ന് ടൈലർ വിശ്വസിക്കുകയും ഫ്ലോറിഡയിലേക്ക് മടങ്ങാൻ കിഴക്കോട്ട് പറക്കാൻ ക്രൂവിനോട് കൽപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ചില ക്രൂ അംഗങ്ങൾ തങ്ങൾ ഇതിനകം ഫ്ലോറിഡയുടെ കിഴക്ക് ഭാഗത്താണ് പറക്കുന്നത് എന്ന് കരുതി. അതിനാൽ ഫ്ലോറിഡയിലേക്ക് മടങ്ങാൻ പടിഞ്ഞാറോട്ട് പറക്കണമെന്ന് അവർ വിശ്വസിച്ചു. ഈ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നിട്ടും ടൈലർ കിഴക്കോട്ട് പറക്കാൻ നിർബന്ധിച്ചു. ചില ക്രൂ അംഗങ്ങൾ പടിഞ്ഞാറോട്ട് പറക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു വിമാനം വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഒരു റേഡിയോ ട്രാൻസ്മിഷൻ അയച്ചു. കാലാവസ്ഥ വഷളായിക്കൊണ്ടിരുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം പൂർണ്ണമായ ഇരുട്ട് വന്നു. വിമാനങ്ങൾ യഥാർത്ഥത്തിൽ ഫ്ലോറിഡയിൽ നിന്ന് 370 കിലോമീറ്റർ കിഴക്കായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. വൈകുന്നേരം 7:04 ടൈലറുടെ അവസാന റേഡിയോ ട്രാൻസ്മിഷൻ ലഭിച്ചു. ഇതിനുശേഷം 5 വിമാനങ്ങളും ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷമായി. ഇന്നുവരെ അവരുടെ വിധി അജ്ഞാതമായി തുടരുന്നു. ഫ്ലൈറ്റ് 19 അപ്രത്യക്ഷമായതിനു ശേഷം 13 ക്രൂ അംഗങ്ങളുള്ള ഒരു തിരച്ചിൽ രക്ഷാ മാരിനർ വിമാനം അവരെ കണ്ടെത്താൻ പുറപ്പെട്ടു. ദാരുണമായി ഈ വിമാനവും ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷമായി. ആദ്യം ഫ്ലൈറ്റ് 19 നിന്നുള്ള 14 പേർ അപ്രത്യക്ഷരായി. തുടർന്ന് മാരിനർ വിമാനത്തിലെ 13 ക്രൂ അംഗങ്ങൾ നഷ്ടപ്പെട്ടു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു വലിയ വ്യോമസേന കടലിൽ തിരച്ചിൽ പ്രവർത്തനം ആരംഭിച്ചു. അക്കാലത്തെ ഏറ്റവും വലിയ തിരച്ചിൽ ദൗത്യത്തിലൊന്ന്. എന്നിരുന്നാലും ഈ ക്രൂ അംഗങ്ങളുടെ മൃതദേഹങ്ങളോ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളോ ഒരിക്കലും കണ്ടെത്താനായിട്ടില്ല. രസകരമെന്ന് പറയട്ടെ, ഈ വിമാനങ്ങൾ അപ്രത്യക്ഷമായ പ്രദേശം ഇന്ന് ബെർമുഡ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നു. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഈ ഭാഗത്ത് 3000 കപ്പലുകളും 100 വിമാനങ്ങളും നിഗൂഢമായി അപ്രത്യക്ഷമായി. ഡെവിൾസ് ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ബെർമുഡ ട്രയാങ്കിൾ നിഗൂഢതയുടെയും ഭയത്തിന്റെയും ഉറവിടമായി മാറിയിരിക്കുന്നു. ഫ്ലോറിഡ, പ്ലൂർട്ടോറിക്കോ, ബെർമുഡ എന്നിവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ബെർമുഡ ട്രയാങ്കിൾ 5 ലക്ഷം ചതുരശ്ര മൈലിലധികം വിസ്തൃതിയുള്ള ഒരു വിശാലമായ ത്രികോണ പ്രദേശം രൂപപ്പെടുത്തുന്നു. ബെർമുഡ ട്രയാങ്കിളിന്റെ കഥകൾക്ക് 500 വർഷത്തിലേറെ പഴക്കമുണ്ട്. 1942 ക്രിസ്റ്റഫർ കൊളംബസ് പുതിയ ലോകം കണ്ടെത്താൻ പുറപ്പെട്ടപ്പോൾ ഈ പ്രദേശത്തു കൂടി കടന്നു പോകുമ്പോൾ തൻ്റെ കോമ്പസ് പ്രവർത്തിക്കുന്നത് നിന്നതായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു.
ഒരു രാത്രി തൻ്റെ കപ്പലിൽ നിന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ ആകാശത്ത് നിന്ന് സമുദ്രത്തിലേക്ക് വീഴുന്ന ഒരു അഗ്നിഗോളത്തിന് സമാനമായ ഒരു വിചിത്രമായ വെളിച്ചം അദ്ദേഹം കണ്ടു. ഇത് ബെർമുഡ ട്രയാങ്കിൾ നിഗൂഢതയുടെ തുടക്കം കുറിച്ചു. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അറ്റ്ലാന്റിക് ശ്മശാനം, സാർഗാസോ ശ്മശാനം എന്നിങ്ങനെ വിവിധ അശുഭകരമായ പേരുകൾ ഈ പ്രദേശത്തിന് നൽകപ്പെട്ടു. 18-19 നൂറ്റാണ്ടുകളിൽ ഈ പേരുകൾ സാധാരണയായി ഉപയോഗിച്ചിരുന്നു. എന്നിരുന്നാലും ബെർമുഡ ട്രയാങ്കിൾ എന്ന പേര് ആദ്യമായി പരാമർശിച്ചത് 1964 ആർഗോസി എന്ന മാസികയിലാണ്. അതിൽ വിൻസെന്റ് എച്ച് ഗാഡീസിന്റെ ദ ഡെഡ്ലി ബെർമുഡ ട്രയാങ്കിൾ എന്ന ലേഖനം ഉണ്ടായിരുന്നു. ഈ ലേഖനത്തിൽ ഗാഡീസ് നിരവധി പതിറ്റാണ്ടുകളായി നടന്ന വിവിധ തിരോധാനങ്ങളെ സംഗ്രഹിക്കുകയും അവയെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സമുദ്രത്തിന്റെ ഈ ഭാഗത്ത് വിമാനങ്ങളും കപ്പലുകളും അപ്രത്യക്ഷമാകാൻ കാരണമാകുന്ന എന്തോ പ്രത്യേകതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ലേഖനം വ്യക്തമായ വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. പക്ഷേ ആ നിഗൂഢതയെ ജനപ്രിയമാക്കി. പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണത്തിലേക്കും സിനിമകളുടെയും ഗെയിമുകളുടെയും നിർമ്മാണത്തിലേക്കും ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള ഗാനങ്ങളിലേക്കും ഈ സംഭവം നയിച്ചു. 1918 US സൈക്ലോപ്സിന്റെ തിരോധാനമായിരുന്നു ശ്രദ്ധേയമായ മറ്റൊരു സംഭവം. അക്കാലത്ത് US നാവികസേനയിലെ ഏറ്റവും വലുതും വേഗതയേറിയതുമായ കപ്പലുകളിൽ ഒന്നായിരുന്നു ഈ കപ്പൽ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ പങ്കാളിത്തത്തിന് ഇത് നിർണായകമായിരുന്നു. പ്രധാനമായും സൈനികരെയും കൽക്കരിയെയും കൊണ്ടുപോകുന്നതിനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. 1918 മാർച്ച് 4 വാഷിംഗ്ടണിനടുത്തുള്ള വെസ്റ്റ് ഇൻഡീസ് ബാൾട്ടിമോർ എന്ന നഗരത്തിൽ നിന്ന് 306 ആളുകളും 11,000 ടൺ മാംഗനീസുമായി കപ്പൽ ബ്രസീലിലേക്ക് പുറപ്പെട്ടു. യാത്രയ്ക്ക് 9 ദിവസമെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പുറപ്പെടുമ്പോൾ എല്ലാം സാധാരണമാണെന്ന് തോന്നി. കാലാവസ്ഥ വ്യക്തമായിരുന്നു. എന്നിരുന്നാലും പുറപ്പെടുമ്പോൾ കപ്പലിൽ നിന്നുള്ള അവസാന സന്ദേശം ലഭിച്ചു. അതിനുശേഷം എല്ലാ ആശയവിനിമയങ്ങളും നിലച്ചു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കപ്പൽ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇത്രയും വലിയ ഒരു കപ്പൽ എങ്ങനെ ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷമായത് ഒരു രഹസ്യമായി തുടരുകയാണ്. 1881 മറ്റൊരു സംഭവം. എല്ലൻ ഓസ്റ്റിൻ എന്ന കപ്പൽ ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ബെർമുഡ ട്രയാങ്കിളിന് സമീപം പോകുമ്പോൾ ഒരു അജ്ഞാത കപ്പൽ അവർ കണ്ടു. പുറത്തുനിന്ന് നോക്കിയാൽ കപ്പൽ സാധാരണമായി കാണപ്പെട്ടു. പക്ഷെ കപ്പലിൽ ആരെയും കണ്ടെത്തിയില്ല. എല്ലൻ ഓസ്റ്റിന്റെ ക്യാപ്റ്റൻ അന്വേഷിക്കുവാൻ തീരുമാനിച്ചു. ആദ്യം അദ്ദേഹം തൻ്റെ കപ്പൽ നിഗൂഢമായ കപ്പലിനടുത്തേക്ക് കൊണ്ടുവന്നു. ഒരു പ്രതികരണമോ ജീവന്റെ അടയാളമോ പ്രതീക്ഷിച്ച് 2 ദിവസം കാത്തിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. 2 ദിവസത്തിന് ശേഷം ക്യാപ്റ്റൻ അജ്ഞാത കപ്പലിൽ കയറി. അക്കാലത്ത് സാധാരണമായിരുന്ന കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിന്റെ ഒരു സൂചനയും അതിലുണ്ടായിരുന്നില്ല. ബെർമുഡ ട്രയാങ്കിളിന്റെ നിഗൂഢത ഇന്നും ആളുകളുടെ ഭാവനയെ ആകർഷിക്കുന്നു. ഇതുപോലുള്ള കഥകൾ എണ്ണമറ്റ സിദ്ധാന്തങ്ങൾക്കും ഊഹോപോഹങ്ങൾക്കും ആക്കം കൂട്ടുന്നു. ഈ കപ്പലിൽ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും കേടുകൂടാതെ ഇരുന്നതിനാൽ ആ അജ്ഞാത കപ്പലിന് നേരെ ഒരാക്രമണവും ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാണ്. ഇക്കാരണത്താൽ എല്ലൻ ഓസ്റ്റിന്റെ ക്യാപ്റ്റൻ തന്റെ ചില ജീവനക്കാരെ കപ്പലിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർക്ക് 2 കപ്പലുകളുമായി മുന്നോട്ട് യാത്ര തുടരാൻ കഴിയും. ആദ്യ 2 ദിവസത്തേക്ക് 2 കപ്പലുകളും സാധാരണ പോലെ സഞ്ചരിച്ചു. പക്ഷെ പിന്നീട് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച് അവയുടെ പാതകളെ വേർപെടുത്തി. തിരിച്ചറിയാത്ത കപ്പൽ അപ്രത്യക്ഷമായി. കൊടുങ്കാറ്റ് ശമിച്ചതിന് ശേഷം എല്ലൻ ഓസ്റ്റിന്റെ ക്യാപ്റ്റൻ തന്റെ സ്പൈ ഗ്ലാസിലൂടെ അകലെ കപ്പൽ കണ്ടു. അവർ അടുത്തെത്തിയപ്പോൾ കപ്പൽ നയിക്കാൻ അയച്ച ജീവനക്കാരുടെ ഒരു സൂചനയും ലഭിച്ചില്ല. അവർ ദുരൂഹമായി അപ്രത്യക്ഷമായി. ഭയാനകമായ നിശബ്ദതയും ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളും അവശേഷിപ്പിച്ചു. ഈ അസ്വസ്ഥമായ സംഭവം ഉണ്ടായിരുന്നിട്ടും കപ്പൽ കേടുകൂടാതെയിരുന്നു. കപ്പൽ കൊണ്ടുവരാൻ ക്യാപ്റ്റൻ രണ്ടാമതും ശ്രമിച്ചു. അത് നയിക്കാൻ കൂടുതൽ ജീവനക്കാരെ അയച്ചു. എന്നിരുന്നാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു കൊടുങ്കാറ്റുണ്ടായി. അതേ വിചിത്രമായ സംഭവം ആവർത്തിച്ചു. കപ്പൽ വീണ്ടും വേർപിരിഞ്ഞു. പുതിയ ജീവനക്കാരും അപ്രത്യക്ഷരായി. എല്ലൻ ഓസ്റ്റിൻ തിരിച്ചെത്തിയപ്പോൾ വിചിത്രമായ സംഭവങ്ങളിൽ പരിഭ്രാന്തരായ കപ്പലിന്റെ ഉടമ അതൊരു ജർമ്മൻ കമ്പനിക്ക് വിറ്റു. അത് മെറ്റ എന്ന് പുനർനാമകരണം ചെയ്തു. ഈ കഥ കൗതുകകരമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ സംഭവം വളരെ പഴയതായതിനാൽ അതിന്റെ ആധികാരികത പരിശോധിക്കാൻ കഴിയില്ല. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതും എന്നാൽ ശരിയായ സ്ഥിരീകരണവുമില്ലാത്തതുമായ അത്തരം ചരിത്ര കഥകളെ പലപ്പോഴും നഗര ഇതിഹാസങ്ങൾ എന്ന് വിളിക്കുന്നു. പല യുക്തിസഹമായ ചിന്തകളും ബെർമുഡ ട്രയാങ്കിളിനെ അത്തരമൊരു ഇതിഹാസമായി കണക്കാക്കുന്നു. ബെർമുഡ ട്രയാങ്കിളിലെ നിഗൂഢ സംഭവങ്ങളെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. അന്യഗ്രഹ ജീവികൾ,
കപ്പലുകളെയും വിമാനങ്ങളെയും തട്ടിക്കൊണ്ടുപോയതായി ചിലർ വിശ്വസിക്കുന്നു. മറ്റു ചിലർ കരുതുന്നത് സമുദ്രത്തിനടിയിലെ ഒരു ഭീമൻ കടൽ രാക്ഷസനാണ് അപ്രത്യക്ഷമാകലിന് കാരണമെന്നാണ്. മറ്റൊരു സിദ്ധാന്തം അവകാശപ്പെടുന്നത് ഈ പ്രദേശത്തെ സമുദ്രം പ്രത്യേകമായി പെരുമാറുന്നുവെന്നും അത് കപ്പലുകൾ മുങ്ങാൻ കാരണമാകുമെന്നുമാണ്. ഒരു ശാസ്ത്രീയ വിശദീകരണത്തിൽ കാന്തികത ഉൾപ്പെടുന്നു. അഗോണിക് രേഖകൾ എന്നറിയപ്പെടുന്ന ചില പ്രദേശങ്ങളിൽ കാന്തിക ഭൂമിശാസ്ത്രപരമായ ഉത്തരധ്രുവങ്ങൾ ഒത്തുചേരുന്നു. ഈ അഗോണിക് രേഖകൾ കാലക്രമേണ മാറുന്നു. എന്നാൽ കഴിഞ്ഞ 200-300 വർഷമായി അത്തരമൊരു രേഖ ബെർമുഡ ട്രയാങ്കിളിന് സമീപം സ്ഥിതി ചെയ്യുന്നു. ഇത് നാവിഗേഷൻ ആശയക്കുഴപ്പത്തിന് കാരണമായേക്കാം. ചുറ്റുമുള്ള ആഴക്കടലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബെർമുഡ ട്രയാങ്കിളിന് താരതമ്യേന ആഴം കുറഞ്ഞ വെള്ളമുണ്ട്. ബഹാമാസ്, കരീബിയൻ ദ്വീപുകൾ പോലുള്ള പ്രദേശങ്ങളിൽ ടർക്കോയിസ് നിറമുള്ള വെള്ളമുണ്ടെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു. മുൻകാലങ്ങളിൽ കപ്പലുകൾ പലപ്പോഴും കടൽ തീരത്തിന്റെ അടിഭാഗം ഉയർന്നതാണെങ്കിലും നാവികർക്ക് ദൃശ്യമാകാതെ മറഞ്ഞിരിക്കുന്ന ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കാറുണ്ടായിരുന്നു. ഒടുവിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ചുഴലിക്കാറ്റ് നിരക്കുകളിൽ ഒന്നാണിത്. ഇത് നാവിഗേഷന് പ്രത്യേകിച്ച് അപകടകരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിശദീകരണം മിഥേൻ ഹൈഡ്രേറ്റുകളുമായി ബന്ധപ്പെട്ടതാണ്. സമുദ്രത്തിലെ ചില പ്രദേശങ്ങളിൽ മിഥേൻ ഹൈഡ്രേറ്റുകളുടെ വലിയ ശേഖരം അടങ്ങിയിരിക്കുന്നു. ഓസ്ട്രേലിയയിലെ ശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങൾ നടത്തി വെള്ളത്തിൽ വളരെയധികം മിഥേൻ കുമിളകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ സാന്ദ്രത കുറയുന്നുവെന്ന് കണ്ടെത്തി. തൽഫലമായി കപ്പലുകൾക്ക് പൊങ്ങിക്കിടക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് മുങ്ങിപ്പോകുന്നു. വെള്ളത്തിന്റെ ഉയർന്ന സാന്ദ്രത കാരണം ആളുകൾക്ക് പൊങ്ങിക്കിടക്കാൻ കഴിയും. എന്നാൽ മിഥേൻ കുമിളകളിൽ ഇത് വിപരീതമാണ്. സാന്ദ്രത കുറയുന്നു. ചെളി അഗ്നിപർവ്വതങ്ങൾ എന്നറിയപ്പെടുന്ന അണ്ടർ വാട്ടർ മിഥേൻ സ്ഫോടനങ്ങൾ വാതകം പുറത്തുവിടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് സംഭവിക്കുമ്പോൾ ഒരു കപ്പൽ ആ പ്രദേശത്തിന് മുകളിലാണെങ്കിൽ മുന്നറിയിപ്പില്ലാതെ അത് പെട്ടെന്ന് മുങ്ങിപ്പോകും. എന്നിരുന്നാലും ബെർമുഡ ട്രയാങ്കിളിൽ മിഥേൻ ഹൈഡ്രേറ്റുകൾ കാരണം അപ്രത്യക്ഷമാകുന്നതിന് നേരിട്ടുള്ള തെളിവുകളൊന്നും തന്നെയില്ല. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു പ്രതിഭാസമാണ്. പക്ഷേ തിരോധാനങ്ങൾക്ക് കാരണമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അഞ്ചാമത്തേതും മറ്റൊരു പ്രധാനപ്പെട്ടതുമായ വിശദീകരണം മനുഷ്യ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനെ ബാഡർ മെയിൻഹോഫ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇല്യൂഷൻ എന്ന് വിളിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അത് കൂടുതൽ തവണ കാണാൻ തുടങ്ങും. ഇതേ ഫലം ബെർമുഡ ട്രയാങ്കിളിലും ബാധകമാണ്. ചില വലിയ വിമാനങ്ങളും കപ്പലുകളും അവിടെ അപ്രത്യക്ഷമായി. പക്ഷേ സമാനമായ സംഭവങ്ങൾ മറ്റ് സമുദ്രങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ബെർമുഡ ട്രയാങ്കിളിന് സമീപം സംഭവിച്ചിട്ടില്ലാത്ത ഒരു മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിന്റെ തിരോധാനമാണ് സമീപകാല ഉദാഹരണം. ബെർമുഡ ട്രയാങ്കിളിൽ നിഗൂഢത പ്രചാരത്തിലായപ്പോൾ ആളുകൾ ആ പ്രദേശത്തെ സംഭവങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. മറ്റിടങ്ങളിലെ സമാനമായവ അവഗണിച്ചു. ദി ബെർമുഡ ട്രയാങ്കിൾ മിസ്റ്ററി സോൾവ്ഡ് എഴുതിയ പത്രപ്രവർത്തകൻ ലാറി കുഷെ തുടക്കത്തിൽ ചില സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പിന്നീടുള്ള പല കഥകളും അതിശയോക്തിപരമോ പൂർണ്ണമായും തെറ്റോ ആയിരുന്നുവെന്ന് നിഗമനം ചെയ്തു. എലൻ ഓസ്റ്റിന്റെ കഥ അത്തരമൊരു കെട്ടിച്ചമച്ചതാണെന്ന് പറയപ്പെടുന്നു. സമുദ്രത്തിലെ മറ്റേതൊരു പ്രദേശത്തെക്കാളും താരതമ്യപ്പെടുത്തുമ്പോൾ വിമാനങ്ങളും കപ്പലുകളും ബെർമുഡ ട്രയാങ്കിളിൽ ഇടയ്ക്കിടെ അപ്രത്യക്ഷമാകുന്നതിന് തെളിവുകളൊന്നുമില്ലെന്ന് യുഎസിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫെറിക് അഡ്മിനിസ്ട്രേഷൻ പറയുന്നു. മറ്റ് സമുദ്ര മേഖലകളിലും സമാനമായ നിഗൂഢമായ തിരോധാനങ്ങൾ കാണപ്പെടുന്നു. വാസ്തവത്തിൽ 20 വർഷത്തിനിടെ കടലിലുണ്ടായ നിരവധി അപകടങ്ങളിലും മരണങ്ങളിലും ബെർമുഡ ട്രയാങ്കിൾ പലരും കരുതുന്നത്ര അപകടകരമല്ലെന്ന് ഡാറ്റ കാണിക്കുന്നു. വാസ്തവത്തിൽ ലോകമെമ്പാടുമുള്ള 1.8% കപ്പലുകളും തിരോധാനങ്ങൾ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ നേരിടുന്നു. എന്നാൽ ബെർമുഡ ട്രയാങ്കിളിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ 0.02% മാത്രമേ അപകടങ്ങൾ നേരിടുന്നുള്ളൂ. ഇത് ആഗോള ശരിയേക്കാൾ വളരെ കുറവാണ്. അതുമാത്രമല്ല സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ ഇടയ്ക്കിടെയുള്ള ചുഴലിക്കാറ്റുകൾ ഉണ്ടായിരുന്നിട്ടും ലോകത്തിലെ ഏറ്റവും അപകടകരമായ 10 ജലാശയങ്ങൾ തിരിച്ചറിയാൻ WWF 2013 ഒരു വിശദമായ പഠനം നടത്തിയപ്പോൾ ബെർമുഡ ട്രയാങ്കിൾ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. ലളിതമായി പറഞ്ഞാൽ നിഗൂഢമായ തിരോധാനങ്ങൾക്ക് ബെർമുഡ ട്രയാങ്കിളുമായി യാതൊരു ബന്ധവുമില്ല. ആണവ ആയുധങ്ങളുടെ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ചുള്ള അന്യഗ്രഹ ജീവികളുടെ ആശങ്കകളുമായി ബെർമുഡ ട്രയാങ്കിൾ നിഗൂഢത ബന്ധപ്പെട്ടിരിക്കാമെന്ന് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. അതായത് പ്രപഞ്ചത്തിലെ മറ്റ് നാഗരികതകളുടെ വിധിക്ക് സമാനമായി ഭൂമിയുടെ ആണവ പ്രവർത്തനത്തെ അന്യഗ്രഹ ജീവികൾ നിരീക്ഷിക്കുന്നുണ്ടാകാം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം.